പത്തരമാറ്റിലാണെങ്കിൽ വിവാഹ നിശ്ചയ ചടങ്ങ് കുളമാക്കുന്ന നന്ദുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അവന്തികയാണെങ്കിൽ അനിയെ നേടി എന്നുള്ള ചിന്തയിൽ ആണ് നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ആ ചിന്തകളെല്ലാം തകർത്തുകൊണ്ടാണ് നന്ദു കടന്നു ചെല്ലുന്നത്. അതായത് എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡ് നമ്മുടെ നവ്യയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. നവ്യ അനിയെ രക്ഷിക്കാനായിട്ട് ആ കളി കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നന്ദുവിനെ സുഖമായിട്ട് വിവാഹ നിശ്ചയം കുളമാക്കാനായിട്ട് മുടക്കാനായിട്ട് കഴിയുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് വന്നെത്തുകയാണ്. വേണുവും അനാമികയും ഭാര്യ രേവതിയും കൂടി ചെയ്യുന്ന ആ പ്രവൃത്തി നന്ദുവിനും അനിക്കും ഒന്നിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ നന്ദുവിനോട് പരമാവധി പറയുന്നുണ്ട്, മോളെ നമ്മുടെ അനിയെ ഇപ്പോൾ വെറുതെ വിട്ടൂടെ, ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോരെ എന്ന് പറയുമ്പോൾ, എൻ്റെ മുത്തശ്ശ, ഈ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, പരാതിയും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഈ പരാതിയും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നടപടിയെടുക്കാതെ വേറെ വഴിയില്ല, അനിയെ കൊണ്ടുപോകാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് മുത്തശ്ശൻ സഹകരിച്ചേ പറ്റുകയുള്ളൂ. മുത്തശ്ശ, അനിയെ എൻ്റെ കൂടെ വിടണം, അനിയെ എനിക്ക് കൊണ്ടുപോകാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നു. ഈ ചടങ്ങ് നടത്താതെ മുടക്കാതെയും. ഇത് ഈ സമയമാണെങ്കിൽ നമ്മുടെ ചെലച്ച പറയുന്നുണ്ട്, ഇവൾക്ക് വാശിയാണ് എന്ന് പറയുമ്പോൾ, വാശിയൊന്നുമല്ല, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ജോലിയുടെ ഭാഗമാണ്, നിങ്ങൾ സഹകരിച്ചേ മതിയാവൂ എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അനി സന്തോഷിക്കുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനായിട്ട് ഒരുങ്ങുന്നത് കാണാനായിട്ട്